വെള്ളാപ്പള്ളി നടേശനെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളിൽ പ്രധാന വില്ലൻ കഥാപാത്രമായി പലരും ചിത്രീകരിക്കുന്നത്. ഈ ഒരുത്തം കാരണമാണ് നമുക്കിതെല്ലാം സംഭവിച്ചതെന്ന് പലരും പറയുന്നു. ഇയാൾക്കെതിരെ മര്യാദക്കുള്ള ഭാഷയിൽ പറഞ്ഞാൽ പോലെ ആഞ്ഞടിക്കണമെന്ന് വരെ പല നേതാക്കന്മാരും പറഞ്ഞിരിക്കുക. ഈ ഘട്ടത്തിലാണിപ്പോൾ ഞാനൊരു ബലിമൃഗമാകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി സ്വയം രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ, ബലിക്കല്ലിൽ ഞാൻ തല വയ്ക്കാൻ തയ്യാറാണെന്ന് പറയണം. അതെ. അപ്പോൾ അതിനകത്ത് ഏറ്റവും രസം ഈ വല്യമ്മയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലരുതെന്ന്. ഇതാ വള്ളത്തെ വെള്ളം കയറുമ്പോൾ വല്യമ്മയെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കരുതെന്നാണ്, മുക്കി കൊല്ലരുത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. അപ്പോ ഇതിനകത്ത് രസം എന്താണെന്ന് ചോദിച്ചാല്, അദ്ദേഹം ഇപ്പോഴും പിണറായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി അയാളുടെ നാവായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. പിണറായിയുടെ നാവ് അറിയാൻ പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾക്കായിട്ടില്ല. വെള്ളാപ്പള്ളി എന്ന് ഇപ്പൊ ഈ പറഞ്ഞ പ്രസ്താവന പോലും, ഞാൻ എന്നെ ബലിയാടാക്കിക്കൂ, സി പി എം രക്ഷപ്പെട്ടാൽ എന്ന് വെള്ളാപ്പള്ളി പറയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്റെ പേരങ്ങ് പറഞ്ഞു, തോൽവിക്ക് കാരണം ഞാനാണെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ പിണറായി ഒന്നും പറയരുത്. അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്, സൽഗുണ സമ്പന്നനാണ്, കേരളം കണ്ട ഏറ്റവും മഹാനായ രാഷ്ട്രീയ നേതാവാണ്. അഴിമതിയുടെ കറ ലവലേശം പുരളാത്ത, വർഗീയത തീരെ മാത്രമല്ല മൃഗങ്ങളെയും പക്ഷികളെയും പോലും സ്നേഹിക്കുന്ന മാനവികതയുടെ ഒരു വക്താവാണ് അദ്ദേഹം. അതുകൊണ്ടാണെങ്കിൽ അയാളെ വെറുതെ വിട്ടു. റോബിൻ പട്ടിക്ക് വരെ എ സി റൂം കൊടുക്കുന്ന ആളാണ്. മോഹൻലാലിനൊപ്പം പോസ്റ്റ് ചെയ്യാൻ പോലും റോബിൻ പട്ടിക്ക് സാധിച്ചു. അത് ഇദ്ദേഹത്തിന്റെ പട്ടി ആയതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളാപ്പള്ളി പറയുന്ന ഈ ഒറ്റ വാക്കിൽ നിന്ന് നമുക്ക് കാരണം വ്യക്തമാണ്. ഇപ്പോൾ ഈ ഇന്നലെ തന്നെ ഈ പാർട്ടിക്കെതിരെ നടന്ന വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റി ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ട് എം വി ഗോവിന്ദനും പിണറായി വിജയനും ഇതിനകത്ത് റോളൊന്നുമില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നപ്പോൾ അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വെള്ളാപ്പള്ളിയുടെ പേര്. ഈ വെള്ളാപ്പള്ളിയുടെ പേരും ആഗോള അയ്യപ്പ സംഗമവും പത്മകുമാറിനെയൊക്കെയാണ് ഇവർ കുറ്റപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണ്? യഥാർത്ഥ രോഗമെന്ന്, യഥാർത്ഥ ക്യാൻസർ എന്ന് പറയുന്ന ഈ രണ്ടു പേരാണ്. അതെ, ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് ഈ പറയുന്ന എം വി ഗോവിന്ദൻ. പിണറായി വിജയനാണ് ഇതിന്റെ ഈ പാർട്ടിയെ നശിപ്പിച്ച് കാർന്ന് തിന്ന് പാർട്ടിയെ ഇല്ലാതാക്കുന്നത്. നമ്മൾ പറയും പോലെ ലിക്വിഡേറ്ററായി മാറി, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോൾ അതിനിടയിൽ ഇവർക്ക് ഒരു പിടിവള്ളിയാണ്. ഇവരിപ്പോൾ ഈ നിലയില്ലാക്കയത്തിൽ മുങ്ങിപ്പൊങ്ങാണ്. ആരാ? ഗോവിന്ദനും പിണറായി. പാർട്ടി അണികൾ എടുത്തിട്ട്, നമ്മളെ നൂജൻ ഭാഷയെ പറഞ്ഞ എടുത്തിട്ട് ഊക്കിക്കൊണ്ടിരിക്കും. നൂജൻ ഭാഷയാണ്. പ്രേക്ഷകർ മറ്റൊന്നും, അണികൾ തന്നെ എല്ലായിടത്തും എടുത്തിട്ട് തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കുള്ള ആകെ ഒരു പിടിവള്ളി ഇത് മൊത്തം കൊടുത്ത് വെള്ളാപ്പള്ളിയുടെ തലയിലോട്ട് വെക്കുക. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളം മുങ്ങുമ്പോൾ വല്യമ്മയെ മുക്കിക്കൊല്ലല്ലേ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ, പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധനാണ്, സമാധാനപ്രിയനാണ്. അദ്ദേഹം പിണറായിക്ക് വേണ്ടി ആ പാതാരവിന്ദങ്ങളിൽ തന്റെ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതെ 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 നിങ്ങൾ തന്നെ എന്ത് വേണേ പറഞ്ഞു, പിണറായി ഒന്നും പറയരുത്. അതേ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ എന്താ പ്രസ്താവന നടത്തിയ ഇവരെല്ലാം പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ മഹാന്മാരാണ്, അവരെ കുഴപ്പമൊന്നും. പക്ഷേ ഈ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, ഇവർ കുഴപ്പക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, കേരള കോൺഗ്രസ് ഇത് തന്നെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. കേരള കോൺഗ്രസ് വർഗീയ പാർട്ടിയാണ്, മുസ്ലിം വർഗീയ പാർട്ടി. അവർ മതപാർട്ടികളാണ്, മതേതര പാർട്ടികളല്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എന്നാൽ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ പ്രസംഗിക്കാനോ ഉള്ള ധൈര്യം സി പി എമ്മിന് ഇല്ല. അപ്പോൾ എന്താണ്, റൂട്ട് പടി കിട്ടിയോ? അതെ, ഇവർക്കെതിരെ പ്രസംഗിക്കാനോ ഇത് ചെയ്യാനോ ഉള്ള ധൈര്യം സി പി എമ്മിന് ഇല്ല. അപ്പോൾ സി പി എം എന്ത് ചെയ്യുന്നു? വെള്ളാപ്പള്ളി നടേശന് കൊട്ടേഷൻ കൊടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്യുന്നു? ഇവരെ വായി വരുന്ന തെറി എല്ലാം വിളിക്കുന്നു. അപ്പോൾ സി പി എമ്മിന്റെ നേതാക്കളായിട്ടുള്ള മന്ത്രിമാർ വന്ന് പറയുന്നു വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റില്ല. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത്? വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു പ്രത്യേക രാഷ്ട്രമാണ്, മലപ്പുറം എല്ലാം വർഗീയവാദികളാണ്, ഇവരെല്ലാവരും ചേർന്ന് കേരളത്തെ കുട്ടിച്ചോറാക്കും, ന്യൂനപക്ഷങ്ങളെല്ലാം ചേർന്ന് ഹിന്ദുക്കളെ കൊല്ലായി, നമുക്കുള്ള അവകാശങ്ങൾ കവർന്നെടുക്കുന്നു, അവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ഇവർ ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോകുന്നു, ഞങ്ങൾക്കൊന്നും തരുന്നില്ല, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് ഇവർ പറയും. എന്നാൽ ഇവരാരും സ്വന്തമായിട്ട് ഇതൊന്നും പറയത്തില്ല. അവർ പറയും വെള്ളാപ്പള്ളി പറഞ്ഞത്. അപ്പം ഇവരെന്ത് ചെയ്യും? വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന രാവിലെ നടത്തും. രാവിലെ നടത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ഒന്ന് രണ്ട് പേര് ടാർഗറ്റ് ചെയ്യും. മൈക്ക് കാണുന്ന സംസാരിക്കുന്ന രണ്ട് മന്ത്രിമാരെ പിണറായി ഇറക്കിവിടും. ഒന്ന് വാസവനെയും അല്ലെ എം വി ഗോവിന്ദനെയും പോലെയുള്ളവരെ അങ്ങോട്ട് ഇറക്കി വിടും. മൈക്കും തോണ്ടി അവിടോട്ട് ചെല്ലുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മലപ്പുറത്തെ കുറിച്ച് വർഗീയ പ്രസ്താവന നടത്തിയല്ലോ. വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ് തെറ്റ്? വെള്ളാപ്പള്ളി പറയുന്നതിൽ കഴമ്പുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മൾ പരിശോധിച്ചാൽ ബാലട്ടനാണെങ്കിൽ പിണറായിക്കിട്ട് പണിയെടുക്കാനുള്ള അവസരം നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം രണ്ട് കാര്യം പറയും. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഈ വർഗീയ പ്രീണന നയം, ഇവർക്കെല്ലാം വർഗീയ പ്രീണന നയം ഉണ്ടായിട്ട് ഇവർക്കെല്ലാം വാരിക്കോരി കൊടുത്തു. ഏതാ? സി പി എം ആണേലും കൊടുത്തു, കാന്തപുരത്തിന് കൊടുക്കുന്നു, അച്ഛന്മാർക്ക് കൊടുക്കുന്നു, അവർക്ക് കൊടുക്കും, ഇവർക്ക് കൊടുക്കുന്നു, ഞങ്ങൾക്ക് മാത്രം ഒന്നും തരുന്നില്ല.
ഇങ്ങോട്ട് വിളിച്ച് മെഡിക്കൽ കോളേജ് തരാമെന്ന് പറഞ്ഞാൽ പോലും വേണ്ടാന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നടന്ന ആശാന്മാരാണ് ഇപ്പം പറയുന്നത്. അതെ. നമുക്ക് മാത്രമൊന്നും അപ്പൊ തരാനില്ല. ഇതിനകത്ത് വേറൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെള്ളാപ്പള്ളി നടേശന് ഈ കിടന്ന് ഈ അദ്ദേഹത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന വായ കൊണ്ട് ഈ ആൾക്കാരെ ചീത്ത പറയുന്ന വെള്ളാപ്പള്ളി നടേശന് അതിനുള്ള പ്രതിഫലമായിട്ട് 86 കോളേജ് അധ്യാപക തസ്തികകളാണ് പടിയിറങ്ങുന്നതിന് മുമ്പ് പിണറായി വിജയൻ കൊടുത്തിട്ട് പോയത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാവോ? ഈ 86 തസ്തികകളിലും ഇയാൾ നിയമനം നടത്തി. ഇയാൾ എല്ലാത്തിനകത്തും 1,10,00,000 അല്ലേ? പക്ഷേ അതിൽ 25 സീറ്റ് CPM കൊടുക്കേണ്ടി ദാനം കൊടുത്തു. അവര് നിയമനം നടത്തി. അവിടുത്തെ മറ്റേ വാഴക്കൊല PhD-കാരിക്കെല്ലാം ജോലി കിട്ടിക്കാം. അവർക്ക് വേണ്ട. ഇപ്പൊ MP ഗോവിന്ദന്റെ ഡ്രൈവറെ ഭാര്യയൊക്കെ കയറിയെന്നാ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ കയറി നിയമനം നടത്തി. അവരാ വഴിക്കുള്ള തുട്ട് മേടിച്ചെടുത്തു. അവരതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. വെള്ളാപ്പള്ളി നടേശൻ ബാക്കിക്ക് കാശ് കിട്ടിയിട്ടുള്ളൂ. ആ കാശെല്ലാം പുള്ളി പോക്കല്ലാക്കി ബാക്കിയൊക്കെ CPM കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഭരണം മാറുന്നു. ഇയാൾ ഏറ്റവും അധികം ഭയന്നിരുന്നത് എന്താണ്? ഈ അധ്യാപക തസ്തികൾ റദ്ദാക്കുമോ എന്നാണ്. ഇത് റദ്ദാക്കിയാൽ ഈ കാശ് കൊടുത്തവരെല്ലാം കൂടി ഇയാളുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് ബഹളം വയ്ക്കും. ഇപ്പൊ നമുക്കറിയാലോ, വിസ തട്ടിപ്പുകാരുടെ വീടിന്റെ സമരം നടത്തുന്നു. ഇതുപോലെ വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ വന്ന് സമരം നടത്തുമ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ വാങ്ങി, ഇവർ നുണ പറയുകയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം KK മഹേശന്റെ ആത്മഹത്യ പോലെ അല്ല, ഇത് ഒരാളല്ല വരാൻ പോകുന്നത്. 86 പേര് വരാൻ പോകുന്നത്. വന്നു കഴിഞ്ഞ് അവിടെ കിടന്ന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇതുവരെ ഇത്രയും നാളും കോഴ മേടിക്കുന്നതെല്ലാം സാങ്കല്പികമാണ്. അത് പറ്റുബുക്കിൽ ഇതൊന്നുമില്ല. ഈ വരവ് ബുക്കിലോ ചെലവ് ബുക്കിലോ ഒന്നുമില്ല. ഇതെല്ലാം ചാക്കുകെട്ട് വഴി ഇയാളുടെ അജ്ഞാത സംഘത്തിൽ കൊണ്ട് എറിഞ്ഞിട്ട് പോവുകയാണ്. അതാണ് അതിന്റെ രീതി. ഇത്ര രൂപ പറഞ്ഞുറപ്പിക്കും. ആ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ശാഖയുടെ ഭാരവാഹിയായിരിക്കും. അയാൾ ഈ കൺസേൺ പാർട്ടിയുമായിട്ട് വരും. അവർ ചാക്കിനകത്താണ്, ക്യാഷ് ആയിട്ട് വേണം. അക്കൗണ്ട് വഴി ഒന്നുമില്ല, ചെക്കില്ല, ഒന്നുമില്ല. ക്യാഷ് ആയിട്ട് ഈ കാശ് കൊണ്ടുവന്ന് പിണറായി വിജയന്റെ ചേർത്തല ചെല്ലുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് ഉണ്ട്. അവിടെ അശോകനായിരുന്നു നേരത്തെ ആൾ. അശോക എന്ന് വിളിക്കും. അശോകൻ ഈ ചാക്കുകെട്ടുമൊക്കെ എടുത്ത് അശോകൻ ഫ്രണ്ടിലൊരു കാർ ഇപ്പം ഫോളോ മീ എന്നും പറഞ്ഞു പോകും. എന്നിട്ട് ഒരുമാതിരി കണ്ണ് കെട്ടിയ പോലെ കുറേ ഊടുവഴികളിൽ ചെന്ന് ഒരു താമസമില്ലാത്ത ഇവിടെ ചെന്നിട്ട് അതിന്റെ കഥകൾ തുറന്നു കൊടുക്കും. എറിഞ്ഞോളാൻ പറയും. അകത്തോട്ട് എറിയും, തിരിച്ചു ജോലി കിട്ടി. അപ്പൊ ഞങ്ങൾ പൈസ തന്നതിന്റെ രസീത് മസീതൊന്നുമില്ല, നിങ്ങൾക്ക് നാളെ. പിന്നെ ആ കാര്യത്തിൽ മാത്രം 100% സത്യസന്ധനാണ് വെള്ളാപ്പള്ളി നടേശൻ. ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് നിയമന ഉത്തരവ്. കാശ് എന്നോ അപ്പോഴേ നിയമനം. ഇതൊക്കെ പിന്നെ എപ്പോൾ എണ്ണുമെന്ന് നമുക്കറിയത്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പോയിട്ടുള്ള പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുള്ള. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നുള്ളത്. ഈ പൈസ കൊണ്ട് പിന്നെ ഇതിൽ ഒരു വലിയ കമ്മീഷനുണ്ട്. ഈ എവിടെ നിന്നാണോ ആളിനെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്നത് ആ യൂണിയൻ ഭാരവാഹിക്ക് ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ ഇത്ര ശതമാനം അവർക്ക്. അക്കാര്യത്തിലൊക്കെ നടേശൻ 100% സത്യസന്ധം. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് ഈ പറയുന്നത് എല്ലാവർക്കും മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു. സ്വന്തം സമുദായത്തിൽ പെട്ടാൻ ചെന്ന കാശ് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നതിനകത്തൊരു കാര്യമുണ്ട്. വടക്കൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമാണ്. അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ +2 സീറ്റ് കുറവാണ്. അതേസമയം നമ്മുടെ തെക്കൻ കേരളത്തിലോട്ട് വന്ന് എത്ര സീറ്റ് വേണം? എത്ര സ്കൂളുകളിലാണ് ഈ +2 സീറ്റ് അധ്യാപകരുടെ ജോലി തിരക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓരോ വർഷം കഴിയും തോറും കേരള സിലബസ് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറയുന്നു. ഈ കുറഞ്ഞ ആൾക്കാർ ഇപ്പം തന്നെ CBSEയിൽ പഠിക്കുന്ന കുട്ടികൾ +2 വരെ പഠിക്കും. ഇപ്പോൾ ഒരു 100 കുട്ടി പഠിക്കുന്ന CBSEയിൽ കൂടി വന്ന ഒരു 5 പേര് 6 പേര് മാത്രമേ അവിടുന്ന് കട്ട് ചെയ്തിട്ട് സംസ്ഥാന സിലബസിൽ +2 പഠിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പഠിച്ച ഈ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് ചുമ്മാതെ ക്ലാസ്സുകളിൽ കൊണ്ട് നിറച്ച് വെക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിനകത്താണ്, അതിനിടയ്ക്കാണ് ഈ വിദ്യാഭ്യാസം കച്ചവടമാക്കിക്കൊണ്ട് പോകുന്നത്. ഇപ്പം മലപ്പുറം പോലുള്ള ജില്ലകളിലൊക്കെ +2 അധിക ബാച്ച് എല്ലാ വർഷവും അനുവദിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവിടൊക്കെ ഓരോ സ്കൂളിലും അനുവദിക്കും. ഇതിനൊന്നും കുട്ടികൾ മലപ്പുറം ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലായിടത്തും. അതെ. അപ്പൊ ഇവരുദ്ദേശിക്കുന്ന അവിടെ വാരിക്കോരി കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ SN പല സ്ഥാപനങ്ങളുടെയും പേര് SN കോളേജ്, SN സ്കൂളൊന്നും അല്ല. വെള്ളാപ്പള്ളി നടേശൻ സപ്തതി സ്മാരകം, ഷഷ്ടിപൂർത്തി സ്മാരകം, 84 വയസ്സായിരുന്നു അല്ലെ? 84 വയസ്സിന്റെ സ്മാരകം. അപ്പൊ ഇനിയിപ്പോ എളുപ്പമുണ്ടല്ലോ, പുള്ളി മരിച്ചു പോയി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ സ്മാരകമാക്കാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തിരുത്താനും കഴിയും. അപ്പോൾ എന്താണെങ്കിലും ശരി, വെള്ളാപ്പള്ളി നടേശനെ നാട്ടുകാർ മൊത്തം വന്ന് തെറി പറയുകയാണ്. കോൺഗ്രസ്സുകാർ ആരെങ്കിലും വീട്ടിലോട്ട് വന്നാൽ ഉടൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കലഹം, അവർ മൊത്തം തെറി. ഇനിയും
CPM-കാർ ഇപ്പം അവരുടെ തോൽവിക്ക് കാരണഭൂതൻ എന്ന് പറഞ്ഞ് അതിനെക്കാട്ടിത്ത് അതിന്റെ കൂട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറി വേറെ. എന്തായാലും കുമാരനാശാനും ആർ ശങ്കറും സി കേശവനും ഒക്കെ ഇരുന്ന കസേരയിലാണ് ഇദ്ദേഹം ഇരുന്നതെന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഈ ഇരട്ട ചങ്കനൊപ്പം അദ്ദേഹത്തിന്റെ ഇരട്ട കൂട്ടുകാരൻ, അതായത് ഇരട്ട സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, അതായത് ഇത് ഇരട്ടകളാണ്, ബ്രോസ്, ട്വിൻസ്. ഈ ട്വിൻസിന് രണ്ടിനും കൂടെ ഏതാണ്ട് ഒറ്റ അടിക്കാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാൾ മറ്റൊരാളുടെ ദുഃഖം ഏറ്റെടുക്കും. ഞാൻ ബലിമൃഗമാണ്, ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയും. എല്ലാ ദുഃഖവും എനിക്ക് തരൂ, എന്റെ പ്രിയ സഖി പോയി വരൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്.